ഗായ്സ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി പരിപാടിയാണ്. എന്താ പറഞ്ഞു കൊടുക്കൂ? എന്തുണ്ട്? അതിന് വേണ്ട സാധനങ്ങള് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോവാണല്ലേ. അതിന് വേണ്ട സാധന ജംഗമ സാമഗ്രികളാണ് ഈ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മളുടെ പരിപാടിക്ക് പോവാ. അപ്പൊ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കിച്ചുവിന്റെ സ്കൂളിലെ ആൽഫബറ്റിക് ഡേ ആണ് തിങ്കളാഴ്ച. അതിലേക്കായിട്ട് കുട്ടികൾക്ക് ഓരോ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കിച്ചുവിന് കിട്ടിയിട്ടുള്ളത് ആൽഫബറ്റ് എ ആണ്. എ വെച്ചിട്ടുള്ള ഒരു തൊപ്പി ഉണ്ടാക്കണം, പിന്നെ ഒരു ഹോൾഡ് ചെയ്യുന്നതിനായിട്ടൊരു ബോർഡ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ തൂക്കിയിടുന്നതിനായിട്ട് ആപ്പിളിന്റെ ഷേപ്പിൽ ഒരു ഷേപ്പ് ഉണ്ടാക്കണം. അതാണ് അപ്പൊ ഇന്നത്തെ പരിപാടി. എന്താണ്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ തൊപ്പി ഉണ്ടാക്കാം. ആൽഫബറ്റിക് അത് നമുക്ക് ചാർട്ട് എടുത്തിട്ട് തൊപ്പി ഉണ്ടാക്കാം. അച്ചടയില് പെന്ന് കിച്ചു പോയിട്ട് പെൻസിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലേഡ് ഒന്നും വേണ്ട, പക്ഷേ ഒട്ടിച്ചത് മാറിപ്പോയി. ഉൾഭാഗത്തേക്കായിരുന്നു വേണ്ട. നമുക്കൊരു പീസ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ സൂപ്പർ. തലഭാഗത്ത് കാണിക്കൂ. ഓക്കെ കാണിക്കും. പിന്നെ നമ്മൾ ആ തൊപ്പിയുടെ മുകളിൽ ഒട്ടിക്കാനായിട്ട് ഒരു ഏല കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ വെക്കാം. കിച്ചുട്ടി കളറിങ് ചെയ്യണം. കിച്ചുട്ടി നോക്കി തിരിച്ചാ A. Tender name. Okay. Capital letter A. Sorry, small letter A. This is capital letter A. This is small letter A. അതുപോലെ വെറുതെ ഇരുന്ന് കിച്ചു ക്ഷീണിച്ചു ഗൈസ്. പൂർവാധിക ശക്തിയോടുകൂടെ കിച്ചു തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്.
വെറുതെ നിന്ന് വെറുതെ ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിക്കാൻ പറ്റിയ സമയം രാത്രി 11:53. ഇനി ചെയ്യാൻ ബാക്കിയുള്ളത് ആപ്പിളിൻ്റെ ഒരു ഫാൻസി ഡ്രസ്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് കിച്ചുവിൻ്റെ അമ്മ. ഞങ്ങളിതൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ കിച്ചുവിനൊന്ന് നോക്കാൻ വിട്ടുപോയി. അപ്പോഴാണ് ഈ കാഴ്ച. കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം എടുത്ത് കുനുകുന അരിഞ്ഞ ശേഷം ചോറും ഉപ്പേരിയും വെച്ച് കളിക്കുന്ന കിച്ചു. അമ്മ അയ്യോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ഐറ്റമായിട്ടുള്ള ഫാൻസി ഡ്രസ്സിന് ആവശ്യമായിട്ടുള്ള ആപ്പിളാണിത്. അത് കട്ട് ചെയ്തെടുത്തിട്ട് കാർഡ്ബോർഡിൽ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതൊരു ചാർട്ടിൽ ഒട്ടിക്കണം. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ഐറ്റം. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് അവൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. Hi friends, I am Escapee. Going to ambulance. താങ്ക് യു പറഞ്ഞൂടാ പുച്ഛം. ബൈ പറയും. ആ പാടിക്കഴിഞ്ഞതിന് ശേഷമുള്ള കിച്ചുവിൻ്റെ കുറച്ച് വികൃതിയും കുറുമ്പും ഒക്കെയാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത്. അവനിതിന് എങ്ങനെയാണ് ക്ലാസ്സിൽ പോയി പ്രസൻറ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഇതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.